ഇപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു 10 വർഷം മുമ്പ് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നം നിങ്ങളുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുവാണ്. എത്ര വർഷം മുമ്പ്? 10 വർഷം മുമ്പ്. നിങ്ങൾക്ക് 10 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അമ്മച്ചി പറ്റുമോ? ഇല്ല. നമ്മൾ ഇങ്ങനെ കിടന്ന് അയ്യോ എനിക്കെങ്ങനെ പറ്റിയല്ലോ, ഇനി എന്ത് ചെയ്യും? ഓർത്തോണ്ടിരിക്കും തോറും നിന്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കാർക്കും റീവൈൻഡ് ബട്ടൺ ഇല്ല. നമുക്കൊക്കെ മൊബൈൽ ഫോണിലോ ഏതെങ്കിലും മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇന്നലെയിലേക്ക് പോകാൻ പറ്റും. അതായത് യെസ്റ്റർഡേ, ഇന്നലത്തെ ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു. പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ അല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയേനെ അല്ലേ? അപ്പൊ ആ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേനെ. അതെ, ഇങ്ങോട്ട് നോക്കുന്നു. അതായത് ജീവിതത്തിൽ നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താ? ചെറുപ്പകാലത്തെ സംഭവം തൊട്ട് എണ്ണിപ്പെറുക്കി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കഴിഞ്ഞത് കഴിഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ പറഞ്ഞത് നിന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, പഴയത് അത് തീർന്നു. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്കാർക്കും നമ്മുടെ ചെറുപ്പകാലത്തോട്ടോ ഇന്നലെയിലോട്ടോ സംഭവത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈശോയ്ക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവത്തിലെ ഒരു മുറിവ് നിങ്ങളെ ഇന്നും വിഷമിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. യേശുവിനെ വിളിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ? യേശു ആ സംഭവത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് ചെന്ന് ആ മുറിവിനെ സൗഖ്യപ്പെടുത്തും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ. ഉച്ചത്തിൽ പറ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലേക്ക് ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കണം. കാരണം യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ സൗഖ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ.